ഇപ്പൊ ഒരു പുതിയ വാചകമാണ് മോഡിയുടെ ഗ്യാരണ്ടി. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ വാക്കെന്നാണ് അർത്ഥം. നമ്മൾ നാട്ടും പുറത്ത് പറയും വാക്കെന്ന് പറഞ്ഞാൽ വാക്കായിരിക്കണം. വാക്ക് പഴയ ചാക്കിന്റെ വിലയാകരുത് വാക്കിന് എന്ന് പറയും. മോഡിയുടെ വാക്കിന് വിലയുണ്ടോ അല്ലെ അതിന് പഴയ ചാക്കിന്റെ വിലയാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണ്ടേ? മോഡിയുടെ ഒന്നാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു? 2014 സ്ത്രീകൾക്ക് നല്ല ഓർമ്മയുണ്ടാവും. പാചകവാതകത്തിന്റെ വില കുറയ്ക്കും ഇല്ലേ? അന്ന് പാചകവാതകത്തിന് എത്രയായിരുന്നു വില? 400 രൂപയായിരുന്നു. ഇപ്പൊ എത്രയാ വില? 1200 രൂപയാണ്. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച അധികാരത്തിലുള്ള 2000 രൂപയ്ക്ക്. അപ്പൊ 300% വില വർധനവാണ് പാചകവാതകത്തിനുണ്ടായിരുന്നത്. ഒന്നാമത്തെ ഗ്യാരണ്ടി. രണ്ടാമത്തെ ഗ്യാരണ്ടി എന്താണ്? പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കും. അന്ന് നമ്മൾ ഭരിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും സർവകാല വിലയുണ്ടായിരുന്ന കാലം. അന്ന് 35 രൂപ 40 രൂപയായിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും വില. ഇപ്പോഴെത്രയായി? ഇപ്പൊ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു. എന്നിട്ട് വില കുറച്ചോ? ഡീസലിന്റെയും പെട്രോളിന്റെയും 100 രൂപ കടന്നു. അപ്പൊ 300% വില വർധനമായി. മിനിഞ്ഞാന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസം 2 രൂപ കുറച്ചു. 2 രൂപ. ആരെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്ത്യയിലെ ജനങ്ങളെ കളിയാക്കിയതാണോ? 2 രൂപ കുറച്ചു. 300% വില വർദ്ധിപ്പിച്ചിട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം 2 രൂപ കുറച്ചു. അപ്പൊ മൂന്നാമത്തെ ഗ്യാരണ്ടിയാണ്. നാലാമത്തെ ഗ്യാരണ്ടി എന്താ? ഇവിടെ കർഷകരുണ്ടാവുമല്ലോ. കർഷകരുടെ ഗ്യാരണ്ടി മൂന്നാമത്തത്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കി. ഇരട്ടിയാക്കിയോ? അല്ല പകുതിയായി കുറഞ്ഞോ? 1/3 കുറഞ്ഞോ? കർഷകർ ഡൽഹിയുടെ അതിർത്തിയിൽ നിൽക്കുകയാണ്. പുറം അടിച്ചു പൊളിച്ചിരിക്കുകയാണ് സംഘപരിവാറിന്റെ പോലീസ്. അവന്റെ തലയിൽ ആകാശത്ത് നിന്ന് ഡ്രോൺ വീഴുകയാണ്. ഇന്ത്യയിലെ കർഷകർ മുഴുവൻ ആത്മഹത്യയുടെ മുനമ്പിലാണ്. നാലാമതൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. എന്താണ്? കള്ളപ്പണം മുഴുവൻ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് അത് വീതം വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ തരും. കിട്ടിയോ ആർക്കെങ്കിലും? ഞാൻ സത്യത്തിൽ കിട്ടുമെന്നാണ് വിചാരിച്ചു. എന്റെ സുഹൃത്തിനൊരു അബദ്ധം പറ്റി. 5 ലക്ഷം രൂപ ഇത് കിട്ടുമെന്ന് വിചാരിച്ച് കടം മേടിച്ചു. നമ്മൾ മലയാളിയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. നമുക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കടം മേടിക്കും. 5 ലക്ഷം പോയി കൊടുത്തവന്. ഒരാൾക്ക് പോലും 1 രൂപ പോലും കൊടുത്തില്ല. ആ പറഞ്ഞയാൾ പ്രധാനമന്ത്രിയായിരിക്കുകയാണ് ഇന്ത്യയിൽ 10 കൊല്ലമായി. അഞ്ചാമതൊരു ഗ്യാരണ്ടി ഉണ്ട്. നാട്ടിലെ തൊഴിലില്ലായ്മ മുഴുവൻ ഇല്ലാതാക്കും. ശ്രീ ആന്റോ ആന്റണി MP സദസ്സിലുണ്ട്. നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണക്കല്ല, മോഡി സർക്കാർ കൊടുത്തൊരു കണക്കുണ്ട്. എന്താ കണക്കില്? സ്വാതന്ത്ര്യത്തിന് ശേഷം, കേട്ടോളാം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യത്ത് ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ ഉണ്ടായത് കഴിഞ്ഞ 5 വർഷം. കഴിഞ്ഞ 5 വർഷം